ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സ്പോഞ്ചിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബൂസ്റ്റ് കേക്കാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്തും ഈ ഒരു ബൂസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ തിക്കായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ഇളം ചൂടുപാലോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിലോട്ട് പാലോ ഇളം ചൂടുവെള്ളമോ ഒന്നും ചേർക്കുന്നില്ല. ഇത് കറക്റ്റായിട്ടുള്ള പാകമാണ്. ഇനി ഇതിലോട്ട് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുവാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബൂസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെക്കുകയാണ്. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ 30 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ബൂസ്റ്റ് കേക്ക് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റുവാണ്. നോക്കിയേ, എന്തോരം സ്പോഞ്ചി ആയിട്ടായിരിക്കുന്നത്. ഇതിൻ്റെ അരികൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ വെറും ഒരു കടായിൽ എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് ബൂസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ചൂട് ചായക്കൊപ്പം ഇതുപോലൊരു ബൂസ്റ്റ് കേക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. പിന്നെ നല്ല സ്പോഞ്ചി ആയിരിക്കുന്നതുകൊണ്ടും ബൂസ്റ്റിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ബൂസ്റ്റ് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.